എൻ്റെ ഭർത്താവിന് കിഡ്നി സംബന്ധവും ലിവർ സംബന്ധമായ അസുഖത്തിൽ 15 ലക്ഷമാണ് അവർ പറയുന്നത്. 10എങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും സഹായം കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. ഞാനൊരു കൂലിവേലക്കാരനാണ്. എനിക്കൊരു അത്യാവശ്യമായ ഒരു ഓപ്പറേഷനുമുണ്ട്. എല്ലാവരും സഹായിക്കണം. ഇത് രാജു ചേട്ടൻ, കൊല്ലം ജില്ലയിലെ പുനലൂർ മണിയാർ അഷ്ടമംഗലത്താണ് ചേട്ടൻ്റെ വീട്. കൂലിപ്പണിയൊക്കെ ചെയ്ത് കുടുംബം നോക്കിയിരുന്ന ഒരു സാധുവായ ചേട്ടൻ ഇപ്പോൾ തിരുവനന്തപുരം ശ്രീചിത്രയിൽ അത്യാസന്ന നിലയിൽ ICU വാർഡിലാണ്. അദ്ദേഹത്തിന് കിഡ്നിക്ക് ഗുരുതരമായ തകരാറ്, ലിവറിന് തകരാറുണ്ടായി. അതിനുശേഷം ഇത് ഏറ്റവും അടിയന്തരമായി വളരെ പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ICU അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപ ചെലവ് വരും. അത്രയും തുക കണ്ടെത്താൻ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി ഒരു ശേഷിയും ഇല്ലാത്ത നിർധന കുടുംബമാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടുത്തെ വാർഡ് കൗൺസിലറും നാട്ടുകാരും ചേർന്ന് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇദ്ദേഹത്തെ കാണുവാൻ വന്നതും ഈ വീഡിയോ എടുക്കുന്നതും പ്രേക്ഷകരുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും. പ്രിയപ്പെട്ട ഇത് കാണുന്ന പ്രേക്ഷകരോട്, നാട്ടുകാരോട്, സ്വമനസ്സുകളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാജുചേട്ടൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക എത്രയും പെട്ടെന്ന് നിങ്ങൾ തന്ന് സഹായിക്കണം. ഇദ്ദേഹത്തിന് ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെ നമ്മൾ കൊടുക്കും. തീർച്ചയായും ഈ സാധുവായ ചേട്ടനെ സഹായിക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നിശ്ചയമായ സഹായവും സഹകരണവും ഉണ്ടാവണം. അതുപോലെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പരമാവധി അത് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ഈ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. ഈ ചേട്ടൻ്റെ ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ട ആ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ 1 രൂപയെങ്കിലും തന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു ഷെയറിലൂടെ മറ്റൊരാളെങ്കിലും സഹായിക്കും. അത് ചെയ്യണമെന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ രാജുചേട്ടൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക എല്ലാവരും തരണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.